അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സത്യം പറയൽ മഹത്തായ ഒരു ഡാഷ്. അപ്പൊ അവിടെ ഏതാണ് എഴുതാനുള്ളത്? അത് നമുക്ക് ഒരു ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ ചെയ്തു കൊടുക്കണം, അകന്ന് നിൽക്കരുത്, ഗുണമാണ്, സത്യം, പിശാച്, തുടങ്ങാൻ. അപ്പൊ ഒന്നാമത്തതിനോട് യോജിച്ചത് ഏതാണ്? സത്യം പറയൽ മഹത്തായ ഒരു ഗുണമാണ്. അപ്പൊ അവിടെ ഗുണമാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം, അല്ലെ? ഒരു കാര്യം എന്തെങ്കിലും ഉള്ളതുപോലെ, അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ പറയലാണ് സത്യം. അപ്പൊ അവിടെ രണ്ടാമത്തതിനോട് യോജിച്ചത് സത്യം എന്നുള്ളതാണ്. മൂന്നാമത്തത് അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും. എന്താണ്? പിശാജ്, അല്ലെ? അപ്പൊ അവിടെ പിശാജ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ചോദ്യം, ബിസ്മി ചൊല്ലി വേണം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ, അല്ലെ? അപ്പം ബിസ്മി ചൊല്ലി വേണം നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ. അപ്പൊ അവിടെ തുടങ്ങാൻ എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ നബിയെ ഇഷ്ടപ്പെടുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ എന്ന് എഴുതി കൊടുക്കുക. ഇനി ആറാമത്തത് അയൽവാസിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അവിടെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത്. ഇനി ഏഴാമത്തത് ബന്ധുക്കളുമായി യാതൊരു കാരണത്താലും അകന്ന് നിൽക്കരുത്. അപ്പൊ അവിടെ അകന്ന് നിൽക്കരുത് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള രൂപത്തിൽ പൂർത്തിയാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. കളവ് പറയൽ കപട വിശ്വാസിയുടെ ഡാഷ്. അപ്പൊ അവിടെ എന്താണ് എഴുതാനുള്ളത്? അടയാളമാണ്. കളവ് പറയൽ കപട വിശ്വാസിയുടെ അടയാളമാണ്. രണ്ടാമത്തത് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് ഡാഷ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഏതാണ്? സലാം പറയൽ എന്നുള്ളതാണ്. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സലാം പറയൽ. ഇനി മൂന്നാമത്തത് അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. അപ്പൊ അവിടെ ബഹുമാനിക്കണം എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതവിടെ എഴുതി കൊടുക്കുക. ബഹുമാനിക്കണം. ഇനി നാലാമത്തത് കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഡാഷ്. അപ്പൊ അവിടെ യോജിച്ചതല്ല എന്നുള്ളതാണ് എഴുതാനുള്ളത്. കളവ് പറയൽ മുഅ്മിനുകൾക്ക് യോജിച്ചതല്ല. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ താഴെ ഉത്തരം എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? ഉത്തരം അള്ളാഹുവും സർവ്വജനങ്ങളും. അപ്പൊ അള്ളാഹുവും സർവ്വജനങ്ങളുമാണ് സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നാം ബിസ്മി ചൊല്ലി ചെയ്യുന്ന 3 കാര്യങ്ങൾ. അപ്പൊ നമ്മള് ബിസ്മി ചൊല്ലി ചെയ്യുന്ന 3 കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എല്ലാ നല്ല കാര്യത്തിലും നമ്മൾ ബിസ്മി ചൊല്ലണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയുന്ന ഏത് കാര്യങ്ങളും അവിടെ എഴുതാം. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ എഴുതിയത്? ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെ? എല്ലാവരും ബിസ്മി ചൊല്ലി ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. രണ്ടാമത്തതോ ഉറങ്ങുമ്പോൾ, പിന്നെയോ ഉണരുമ്പോൾ, പിന്നെ പഠിക്കുമ്പോൾ. എല്ലാ നല്ല സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. അങ്ങനെ ഇവിടെ 3 കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം,
കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണം ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ അതവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് ആയുസ് വർദ്ധിക്കും, പിന്നെ റിസ്ക് വിശാലമാകും. അപ്പൊ കുടുംബബന്ധം പുലർത്തുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. ഒന്ന് ആയുസ് വർദ്ധിക്കും, രണ്ടാമത്തത് റിസ്ക് വിശാലമാകും. ഈ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനം, ഭക്ഷണം, താമസ സ്ഥലം ഇതെല്ലാം റിസ്ക് എന്നതിൽ പെടും. 4-ാമത്തെ ചോദ്യം, പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം. അപ്പൊ പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഏതെല്ലാമാണ്? ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ, മരുന്ന്, ഇതെല്ലാം പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 5-ാമത്തെ ചോദ്യമാണ്, മാതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം. മാതാവ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലെ? അപ്പം അതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് 5-ാമത്തെ ചോദ്യം. നമുക്കൊന്ന് നോക്കാം. ഏതാണ്? നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു, അത് നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യമാണ് അല്ലെ? പിന്നെയോ വേദനിച്ചു പ്രസവിച്ചു, കഷ്ടപ്പെട്ടു വളർത്തി, കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു, ഇതെല്ലാം മാതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 4-ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 1-ാമത്തെ ചോദ്യം, അയൽവാസി ഡേഷ് കിടക്കുമ്പോൾ ഡേഷ് നിറച്ചു ഡേഷ് കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ അവിടെ 1-ാമത്തത് പട്ടിണി എന്നുള്ളത് എഴുതാനുള്ളത്, 2-ാമത്തത് വയറ്, 3-ാമത്തത് ഭക്ഷണം. അപ്പൊ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പൊ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് വരും. ഇനി 5-ാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം, അർത്ഥം എഴുതാം. അപ്പൊ നമ്മൾ കാണുമ്പോഴൊക്കെ ഉസ്താദുമാരോടായാലും രക്ഷിതാക്കളോടായാലും വീട്ടിലേക്ക് നമ്മൾ മദ്രസ വിട്ടൊക്കെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ വിട്ടൊക്കെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉമ്മയോ ഉപ്പയോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലേക്ക് വരുമ്പോൾ ഉസ്താദുമാരോട് കൂട്ടുകാരോട് എല്ലാം നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമ്മളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു അർത്ഥമാണ് അല്ലെ? അപ്പൊ ഈ അസ്സലാമു അലൈക്കും എന്നുള്ളതിന്റെ അർത്ഥമാണ് ഇത്, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കുക, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ളതാണ് അസ്സലാമു അലൈക്കും എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.